ടുഡേയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീനിധി പ്രദീപ്. നോക്കാം വാർത്തകൾ വിശദമായി. മാർച്ചിലെ ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടി വിമാന കമ്പനികൾ. വേനലവധിയും പെരുന്നാളും ഒത്തുവന്നതോടെയാണ് വിമാന കമ്പനികൾ പതിവ് പോലെ ടിക്കറ്റ് നിരക്ക് കൂട്ടിയത്. ഇരട്ടിയിലധികം തുകയാണ് പല വിമാന കമ്പനികളും വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നാട്ടിലെത്തി പെരുന്നാൾ ആഘോഷിച്ച് തിരിച്ചുവരാൻ കാത്തിരിക്കുന്ന പ്രവാസികൾക്കും അവധി ആഘോഷിക്കാൻ ഗൾഫിലേക്ക് വിമാനം കയറാനിരിക്കുന്നവർക്കും ഇത്തവണയും നിരാശ തന്നെ. പെരുന്നാളും വേനലവധിയും ഒക്കെ ഒരുമിച്ച് വന്നതോടെ മാർച്ചിൽ വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടി. കേരളം ഉൾപ്പെടെ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ നിന്നെല്ലാം വൻ തുക നൽകിയാൽ മാത്രമേ പെരുന്നാൾ സമയം വിമാനയാത്രയ്ക്ക് കഴിയുകയുള്ളൂ. 350 ദിർഹം വരെയായിരുന്നു ഇപ്പോൾ UAE-യിൽ നിന്നുള്ള വൺ വേ ടിക്കറ്റിന്റെ നിരക്ക്. എന്നാൽ മാർച്ച് 2-ാം വാരം കഴിയുന്നതോടെ ഇത് 1000 ദിർഹത്തിന് മുകളിലാകും. മാർച്ച് 15 മുതൽ ഏപ്രിൽ 19 വരെ ഇരട്ടിയിലധികമാണ് ടിക്കറ്റ് നിരക്ക് ഉയർന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 20% നിരക്ക് കൂട്ടിയത്. കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ വിമാനത്താവളങ്ങളിൽ നിന്ന് മാർച്ച് പകുതിക്ക് ശേഷം UAE-യിലെത്താൻ 20,000 മുതൽ 28,000 വരെയാണ് ടിക്കറ്റ് നിരക്ക്. ചെന്നൈ, ബാംഗ്ലൂർ തുടങ്ങി ഏത് പ്രധാന നഗരത്തിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്ക് വന്നാലും സ്ഥിതി ഇത് തന്നെ. സ്കൂൾ അവധി കൂടി കണക്കിലെടുത്ത് ടിക്കറ്റുകൾക്ക് വൻ ഡിമാൻഡുമാണ്. റമദാൻ ആദ്യ പകുതിയിൽ യാത്രാ നിരക്ക് താരതമ്യേന കുറവാണ്. കണക്ഷൻ ഫ്ലൈറ്റുകളെ ആശ്രയിച്ച് നാട്ടിലെത്താമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ. 24 ദുബായ്. തീരുവ നടപടികളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വൻ തിരിച്ചടി. ട്രംപ് പ്രഖ്യാപിച്ച തീരുവ നിയമപരമായി നിലനിൽക്കില്ലെന്ന് US സുപ്രീം കോടതി വിധിച്ചു. തോന്നിയതുപോലെ തീരുവ ചുമത്താൻ അമേരിക്കൻ പ്രസിഡന്റിന് അധികാരമില്ല. ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക് പവേഴ്സ് ആക്ട് ദുരുപയോഗം ചെയ്തതാണ് ട്രംപിന്റെ നടപടിയെന്നും അമേരിക്കൻ സുപ്രീം കോടതി വിധിച്ചു. ട്രംപിന്റെ നടപടി നിയമത്തിന്റെ പരിധി ലംഘിച്ചുള്ളതാണെന്നും കോടതി വിധിയിലുണ്ട്. ഭരണഘടനാ പ്രകാരം തീരുവ ചുമത്തുന്നതിന് മുൻപ് പ്രസിഡന്റ് അമേരിക്കൻ കോൺഗ്രസിന്റെ അംഗീകാരം നേടിയിരിക്കണമെന്നും കോടതി വ്യക്തമാക്കി. അനാഥരായ കുട്ടികളുടെ സംരക്ഷണത്തിന് പുതിയ ക്യാമ്പയിനുമായി അബുദാബി. മദർ ഓഫ് ദി നേഷൻ എൻഡോമെന്റ് ക്യാമ്പിന് തുടക്കമായി. ഔക്കാഫ് ആണ് ക്യാമ്പയിനു പിന്നിൽ. UAE-യിലുടനീളമുള്ള അനാഥ പരിചരണത്തെ പിന്തുണയ്ക്കുന്നതിനായി സുസ്ഥിരമായ ഒരു ധനസഹായ സ്രോതസ് സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അബുദാബി ഔക്കാഫ് മദർ ഓഫ് നേഷൻ എൻഡോമെന്റ് ക്യാമ്പയിൻ ആരംഭിച്ചത്. അനാഥരായ കുട്ടികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക, ഗുണഭോക്താക്കൾക്ക് തുടർച്ചയായ പിന്തുണ ഉറപ്പാക്കുക എന്നിവയും ലക്ഷ്യമിടുന്നു. കുട്ടികളുടെ ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനുമാകും പ്രഥമ പരിഗണന. UAE സ്ഥാപക നേതാവ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ പകർന്ന മാനുഷിക മൂല്യങ്ങളെ പിന്തുടരുന്നതിന്റെ ഭാഗമായാണ് കുട്ടികളുടെ ഉന്നമനത്തെ ലക്ഷ്യമാക്കിയിട്ടുള്ള ക്യാമ്പയിൻ എന്ന് ഔക്കാഫ് വ്യക്തമാക്കി. രാഷ്ട്രമാതാവായ ഷെയ്ഖ ഫാത്തിമ ബിൻ മുബാറക്ക് മുന്നോട്ട് വെച്ച തത്വങ്ങളുടെയും പ്രതിഫലനമാണ് തീരുമാനം. ഔക്കാഫിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി സംഭാവനകൾ നൽകാനാകും. UAE കുടുംബവർഷത്തിന്റെ ഭാഗമായി കൂടിയാണ് ഇത്തരത്തിലൊരു ക്യാമ്പയിൻ. കമ്മ്യൂണിറ്റി വർഷത്തിൽ മുൻപ് നടത്തിയ സമാനമായ പദ്ധതിയിലൂടെ 1 മില്യൺ ദിർഹം ഔക്കാഫ് സമാഹരിച്ചിരുന്നു. 24 ദുബായ്. UAE പ്രഖ്യാപിച്ച 2026 കുടുംബവർഷം എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി അബ്ദുസമദ് സമദാനി MP-യുടെ പ്രഭാഷണം നാളെ ദുബായിൽ നടക്കും. അൽബറാഹയിലെ വിമൻസ് അസോസിയേഷൻ ഓഡിറ്റോറിയത്തിൽ രാത്രി 8:30 പരിപാടി. കുടുംബം മാനവത്വത്തിന്റെ അടിസ്ഥാനം എന്ന വിഷയത്തിലായിരിക്കും പ്രഭാഷണം നടത്തുക. റിസോഴ്സ് ആൻഡ് ഇന്റലക്ട് ലേണിംഗ് ഇനീഷ്യേറ്റീവ് എന്ന സാംസ്കാരിക കൂട്ടായ്മയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ചെയർമാൻ CP അബ്ദുസമദ്, ജനറൽ കൺവീനർ അബ്ദുസലാം പരി, മീഡിയ ചെയർമാൻ ഇസ്മായിൽ ഏറാമല തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. UAE ലൈസൻസ് ഇല്ലാത്ത കമ്പനികളിൽ നിക്ഷേപം നടത്തുന്നതിനെതിരെ മുന്നറിയിപ്പുമായി ക്യാപിറ്റൽ മാർക്കറ്റ് അതോറിറ്റി. പ്രമുഖ കമ്പനികളുടെ പേരിൽ തട്ടിപ്പ് നടത്തുന്നത് കണ്ടെത്തിയതിന് പിന്നാലെയാണ് മുന്നറിയിപ്പ്. പരിചയമില്ലാത്ത ട്രേഡിംഗ് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യരുതെന്നും മുന്നറിയിപ്പുണ്ട്. പ്രമുഖ എക്സ്ചേഞ്ചുകളുടെ പേരിൽ തട്ടിപ്പ് വ്യാപകമാകുന്നത് കണക്കിലെടുത്താണ് ക്യാപിറ്റൽ മാർക്കറ്റ് അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. UAE-യിൽ നിക്ഷേപ സേവനങ്ങൾ നൽകുന്നതിനും സാമ്പത്തിക ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുന്നതിനും ലൈസൻസ് നിർബന്ധമാണ്. ഫെബ്രുവരി 2 മുൻപ് എല്ലാ കമ്പനികളും ലൈസൻസ് എടുക്കണമെന്ന കർശന നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ലൈസൻസ് ഇല്ലാത്ത ചില ട്രേഡിംഗ് ആപ്പുകൾ ഓൺലൈൻ പരസ്യങ്ങൾ നൽകി തട്ടിപ്പ് നടത്തുന്നത് വർദ്ധിക്കുകയാണ്. പരിചയമില്ലാത്ത ട്രേഡിംഗ് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യരുത്. ബാങ്ക് അക്കൗണ്ടുകളിലേക്കോ ക്രിപ്റ്റോ വാലറ്റുകളിലേക്കോ പണം കൈമാറുന്നത് ഒഴിവാക്കണം. നിക്ഷേപം നടത്തുന്നതിന് മുൻപ് അതത് റെഗുലേറ്ററി ഏജൻസികളുടെ വെബ്സൈറ്റിൽ കമ്പനിയുടെ ലൈസൻസ് വിവരങ്ങൾ പരിശോധിക്കണം. ബാങ്കുകൾക്കും ഇൻഷുറൻസ് കമ്പനികൾക്കും UAE സെൻട്രൽ ബാങ്കിന്റെ ലൈസൻസ് വേണം. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ വലിയ ലാഭം ഓഫർ ചെയ്യുന്നവരും
പെട്ടെന്ന് പണം നൽകാൻ സമ്മർദ്ദം നടത്തുന്നവരും തട്ടിപ്പുകാരാകാൻ ഇടയുണ്ട്. വ്യാജ ഫോണുകൾ, വാട്സപ്പ് മെസ്സേജുകൾ, സമൂഹമാധ്യമ പരസ്യങ്ങൾ എന്നിവ വഴിയാണ് ആളുകളിലേക്ക് ഇത്തരക്കാരെത്തുന്നത്. തട്ടിപ്പുകാരെന്ന് സംശയിക്കുന്നവർ ബന്ധപ്പെട്ടാൽ ഉടൻ അറിയിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. 24 ദുബായ്. നൈജീരിയൻ സംസ്കാരത്തിന്റെ കരുത്തും പാരമ്പര്യവും വിളിച്ചോതി 61ാമത് അർഗുങ്കു ഫിഷിംഗ് ഫെസ്റ്റിവൽ സമാപിച്ചു. നൈജീരിയയിലെ കെബി സ്റ്റേറ്റിലെ മദൻഫഡ നദിയിലാണ് മേള നടന്നത്. നൈജീരിയയിൽ നിന്നും ബ്ലസൻ ചെറുവക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് അർഗുങ്കുവിന്റെ ഓളപ്പരപ്പുകൾ വീണ്ടും സാക്ഷിയായത് സമാനതകളില്ലാത്ത ആവേശത്തിനായിരുന്നു. നൈജീരിയയുടെ സാംസ്കാരിക പൈതൃകമായ അർഗുങ്കു അന്താരാഷ്ട്ര മത്സ്യബന്ധന മേളയുടെ കലാശ പോരാട്ടം മദൻഫഡ നദിക്കരയെ ജനസമുദ്രമാക്കി മാറ്റി. പരമ്പരാഗതമായി നെയ്തെടുത്ത വലകളും കയ്യിൽ കരുതിയ മൺപാത്രങ്ങളുമായി 50,000-ത്തിലധികം മത്സ്യത്തൊഴിലാളികളാണ് മത്സ്യബന്ധനത്തിനായി നദിയിലേക്ക് ഒരുമിച്ച് കുതിച്ചത്. 59 കിലോഗ്രാം തൂക്കമുള്ള കൂറ്റൻ മത്സ്യത്തെ കൈപ്പിടിയിലൊതുക്കിയ അബൂബക്കർ ഉസ്മാനാണ് 2 പുതിയ കാറുകളും 1 ദശലക്ഷം നേറയുമായി 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. നൂറ്റാണ്ടുകളായി ശത്രുതയിലായിരുന്ന സൊക്കോട്ടോ, കെബി എന്നീ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ശത്രുത അവസാനിപ്പിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ഈ മേള സംഘടിപ്പിക്കുന്നത്. ഒപ്പം കാർഷിക സമൃദ്ധിക്ക് നന്ദി അർപ്പിക്കുവാനും ഈ മേള പ്രയോജനപ്പെടുത്തുന്നു. മത്സ്യബന്ധനത്തിനപ്പുറം വലിയൊരു സാംസ്കാരിക വിരുന്നിനാണ് ഇത്തവണ കെബി സാക്ഷ്യം വഹിച്ചത്. പരമ്പരാഗത ഗുസ്തി, അമ്പെയ്ത്ത്, വള്ളംകളി എന്നിവ മേളയ്ക്ക് കൊഴുപ്പേകി. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഈ മേള കാണുവാൻ നൈജർ, ചാഡ്, ടോഗോ തുടങ്ങിയ അയൽ രാജ്യങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് കെബിയിലേക്ക് എത്തിയത്. സുരക്ഷാ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ 6 വർഷമായി നിർത്തിവെച്ചിരുന്ന മേള ഈ വർഷം പുനരാരംഭിക്കുമ്പോൾ ആഫ്രിക്കൻ ടൂറിസം മേഖലയ്ക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ബ്ലസൻ ചെറുവക്കൽ, 24 നൈജീരിയ. ഇഫ്താർ വിരുന്നുകളിലെ ധാരാളിത്തം ഒഴിവാക്കണമെന്നും പള്ളികൾ കേന്ദ്രീകരിച്ചുള്ള ഭിക്ഷാടനം തടയണമെന്നും സൗദി അറേബ്യയിലെ മസ്ജിദുകളിൽ നടന്ന ഖുതുബകളിൽ ആഹ്വാനം. റമദാൻ മാസത്തിലെ പുണ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനൊപ്പം സാമൂഹിക അച്ചടക്കം പാലിക്കണമെന്നാണ് റമദാനിലെ ആദ്യ വെള്ളിയാഴ്ച നടന്ന ജുമാ ഖുതുബയിലെ പ്രധാന സന്ദേശം. സഹായങ്ങൾ ഔദ്യോഗിക സംവിധാനങ്ങളിലൂടെ മാത്രമേ നൽകാവൂ എന്ന് ഇസ്ലാമിക കാര്യ മന്ത്രാലയം കർശന നിർദ്ദേശം നൽകി. സൗദി ഇസ്ലാമിക കാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് രാജ്യത്തെമ്പാടുമുള്ള മസ്ജിദുകളിൽ ഇന്ന് ഏകീകൃത ഖുതുബ നടന്നത്. റമദാൻ മാസത്തിന്റെ ആദ്യ വെള്ളിയാഴ്ചയായ ഇന്ന് ഹറം പള്ളികൾ ഉൾപ്പെടെ രാജ്യത്തെ എല്ലാ പള്ളികളും വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു. റമദാൻ കേവലം ആരാധനകൾക്കുള്ള സമയം മാത്രമല്ല, ജീവിതത്തിൽ അച്ചടക്കം കൊണ്ടുവരാനുള്ള സമയം കൂടിയാണെന്ന് ഖതീബുമാർ ഓർമ്മിപ്പിച്ചു. ഇഫ്താർ മേശകളിലെ ആഡംബരവും ഭക്ഷണ സാധനങ്ങൾ പാഴാക്കുന്നതും ഒഴിവാക്കണം. ഭക്ഷണം പാഴാക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന ഖുർആൻ വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് മിതത്വം പാലിക്കാൻ വിശ്വാസികളോട് ആവശ്യപ്പെട്ടത്. പള്ളികൾക്കും പരിസരങ്ങൾക്കും വിശുദ്ധി നൽകണമെന്നും അവിടെ ഭിക്ഷാടനം അനുവദിക്കരുതെന്നും ഖതീബുമാർ പറഞ്ഞു. ഭിക്ഷാടനത്തിലൂടെ വിശ്വാസികളുടെ കാരുണ്യത്തെ ചൂഷണം ചെയ്യാൻ ആരെയും അനുവദിക്കരുത്. സഹായം ആവശ്യമുള്ളവർക്ക് തുക കൈമാറാൻ സർക്കാർ നിശ്ചയിച്ച ഔദ്യോഗിക ചാനലുകൾ ഉപയോഗിക്കണം. ഇത് സഹായങ്ങൾ അർഹരായവരിലേക്ക് കൃത്യമായി എത്തുന്നു എന്ന് ഉറപ്പാക്കാൻ സഹായിക്കും. നോമ്പ് പഠനത്തിലോ തൊഴിലിലോ അലസത കാണിക്കാനുള്ള കാരണമാകരുത്. മറിച്ച് കൂടുതൽ ഊർജ്ജസ്വലതയും കൃത്യനിഷ്ഠതയും കൊണ്ടുവരാനാണ് ഓരോ വിശ്വാസിയും ശ്രമിക്കേണ്ടത്, ഖതീബുമാർ ഓർമ്മിപ്പിച്ചു. 24 ജിദ്ദ. ആണവക്കരാറിൽ ധാരണയിലെത്താൻ ഇറാന് 10 ദിവസം വരെ സമയപരിധി നിശ്ചയിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്ക ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്നാണ് UN സെക്രട്ടറി ജനറലിന് അയച്ച കത്തിൽ ഇറാന്റെ മറുപടി. സംഘർഷം മൂർച്ഛിക്കുന്നതിനിടെ ഇറാനും റഷ്യയും ഹോർമുസ് കടലിടുക്കിൽ സൈനിക അഭ്യാസം തുടരുകയാണ്. And now is the time for Iran to join us on a path that will complete what we're doing. And if they join us, that'll be great. If they don't join us, that'll be great too. വാഷിംഗ്ടണിൽ നടന്ന ബോർഡ് ഓഫ് പീസിന്റെ ആദ്യ യോഗത്തിലാണ് ഇറാന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. ആണവ കരാറിലെത്താൻ ഇറാന് 10 ദിവസത്തെ സമയപരിധി വെച്ച ട്രംപ് ചർച്ച പരാജയപ്പെടുന്ന പക്ഷം മോശം കാര്യങ്ങൾ സംഭവിക്കുമെന്ന മുന്നറിയിപ്പും നൽകി. ഇറാനുമായുള്ള 2ാം ഘട്ട ആണവ ചർച്ച നടന്ന ശേഷം തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്ന് നേരത്തെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് വ്യക്തമാക്കിയിരുന്നുവെങ്കിലും കരാറിലെത്താനുള്ള സാധ്യതകൾ വിരളമാണെന്ന് സൂചന നൽകിയിരുന്നു. അതിനിടെ തങ്ങൾ യുദ്ധം ആരംഭിക്കില്ലെന്നും അമേരിക്ക തങ്ങളെ ആക്രമിക്കുന്ന പക്ഷം സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം വിനിയോഗിക്കുമെന്നും ഇറാൻ UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസിന് അയച്ച കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മേഖലയിലുള്ള അമേരിക്കയുടെ എല്ലാ സൈനിക താവളങ്ങളും ലക്ഷ്യം വയ്ക്കുമെന്നും കത്തിൽ ഇറാൻ പറയുന്നു.
ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പശ്ചിമേഷ്യയിൽ അമേരിക്ക സൈനിക സന്നാഹം ശക്തമാക്കിയിട്ടുണ്ട്. ഈ വരുന്ന ശനിയാഴ്ച ഇറാനെ ട്രംപ് ആക്രമിച്ചേക്കുമെന്ന് ഇന്നലെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനിടെ ഇറാനും റഷ്യയും ഹോർമൂസ് കടലിടുക്കിൽ സംയുക്ത സൈനികാഭ്യാസം തുടരുകയാണ്. ആക്രമണം ഉടനുണ്ടായേക്കുമെന്ന ഭീതിയിൽ ആഗോള എണ്ണവിലയും ഉയർന്നിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഓസ്ട്രേലിയയിലെ പ്രമുഖ സൂപ്പർമാർക്കറ്റ് ശൃംഖലയായ കോൾസിനെതിരെ ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന ഗുരുതരമായ ആരോപണവുമായി ACCC. വില കുറഞ്ഞു എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ വില കൂട്ടി വിറ്റുവെന്നാണ് കണ്ടെത്തൽ. ഓസ്ട്രേലിയയിൽ നിന്ന് സ്മിത നായർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഓസ്ട്രേലിയയിലെ പ്രമുഖ സൂപ്പർമാർക്കറ്റ് ശൃംഖലയായ കോൾസ് തങ്ങളുടെ ഡൗൺ പ്രൈസസ് ഡൗൺ എന്ന വിലക്കുറവ് പ്രചാരണത്തിലൂടെ ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ചതായി ഓസ്ട്രേലിയൻ കോമ്പറ്റീഷൻ ആൻഡ് കൺസ്യൂമർ കമ്മീഷൻ അഥവാ ACCC ആരോപിച്ചു. 2022 ഫെബ്രുവരി മുതൽ 2023 മെയ് വരെ ഏകദേശം 245 ഉൽപ്പന്നങ്ങളുടെ വില മനഃപൂർവ്വം വർദ്ധിപ്പിച്ച ശേഷം അത് കുറച്ച് കിഴിവായി അവതരിപ്പിച്ചു എന്നാണ് ACCC ഫെഡറൽ കോടതിയിൽ വാദിക്കുന്നത്. ACCCയുടെ പ്രധാന അഭിഭാഷകൻ ഗാരി റിച്ചിന്റെ വാദമനുസരിച്ച് കോൾസ് ഉൽപ്പന്നങ്ങളുടെ ചില്ലറ വില ആദ്യം വർദ്ധിപ്പിക്കുകയും പിന്നീട് യഥാർത്ഥ വിലയേക്കാൾ ഉയർന്ന വിലയിൽ പോലും വിലക്കുറവ് എന്ന പേരിൽ വിറ്റഴിക്കുകയും ചെയ്തു. ഇത് ഉപഭോക്താക്കൾക്ക് യഥാർത്ഥ ലാഭം ലഭിക്കുന്നതായി തോന്നിച്ചുവെന്നും കമ്പനി ഈ തന്ത്രത്തിലൂടെ ഗണ്യമായ വരുമാനം നേടിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ കോൾസിന്റെ പ്രതിഭാഗം അഭിഭാഷകൻ ജോൺ ഷെഹാൻ ഉൽപ്പന്നങ്ങളുടെ വിലയിൽ സ്വാഭാവികമായ ഏറ്റക്കുറച്ചിലുകൾ സംഭവിച്ചതാണെന്നും ഉപഭോക്താക്കൾക്ക് വിപണിയിലെ വില വർധനവിനെ കുറിച്ച് അറിയാമായിരുന്നുവെന്നും വാദിച്ചു. 2021 മധ്യത്തിൽ ആരംഭിച്ച വലിയ പണപ്പെരുപ്പവും വിതരണക്കാരുടെ ചെലവുകളിലെ വർധനവുമാണ് ഇതിന് കാരണമായി ഷഹാൻ ചൂണ്ടിക്കാട്ടിയത്. ഫെഡറൽ കോടതിയിൽ 10 ദിവസത്തെ വിചാരണയുടെ ആദ്യഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ കേസ് ഓസ്ട്രേലിയൻ ഉപഭോക്തൃ നിയമങ്ങളുടെ ലംഘനമാണെന്നാണ് ACCCയുടെ ആരോപണം. ഓസ്ട്രേലിയയിൽ നിന്നും 24 വേണ്ടി സ്മിത നായർ. SK പൊറ്റക്കാട് സ്മാരക സാഹിത്യ പ്രതിഭാ പുരസ്കാരം ബഹ്റൈൻ പ്രവാസിയും എഴുത്തുകാരനും സംവിധായകനുമായ അജിത് നായർക്ക്. ഈ മാസം 28-ന് പ്രശസ്ത എഴുത്തുകാരൻ M. മുകുന്ദൻ പുരസ്കാരം വിതരണം ചെയ്യും. സാഹിത്യം, സിനിമ, സംവിധാനം, യാത്ര തുടങ്ങിയ മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അജിത് നായർ 3 പതിറ്റാണ്ടിലേറെയായി ബഹ്റൈൻ പ്രവാസിയാണ്. വയനാട് കൽപ്പറ്റ സ്വദേശിയാണ് അജിത് നായർ. മലയാളി സാഹിത്യകാരൻ ശ്രീ SK പൊറ്റക്കാടിൻ്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ അവാർഡാണ്. ജൂറിയുടെ സ്പെഷ്യൽ അവാർഡാണ്, സാഹിത്യ പുരസ്കാരമാണ്. ഈ ഒരു അവാർഡ് ഞാൻ എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ വായനക്കാർക്കും വേണ്ടി സമർപ്പിക്കുകയാണ്. ഇതെൻ്റെ 3ാമത്തെ പുസ്തകമാണ്. പക്ഷേ ഈ പുസ്തകത്തിനല്ല എനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതൊരു സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡാണ്. 28-നാണ് മാഹിയിൽ വെച്ച് ശ്രീ M. മുകുന്ദനാണ് ഈ ഒരു സമ്മാനം, ഈ അവാർഡ് നൽകുന്നത്. ചാന്ദ്രദൗത്യമായ ആർട്ടമിസ് 2-ന്റെ 2ാമത്തെ വെറ്റ് ഡ്രസ് റിഹേഴ്സൽ വിജയം. ഹൈഡ്രജൻ ഇന്ധന ചോർച്ച പ്രശ്നങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഫെബ്രുവരി 2-ന് മാറ്റിവെച്ച വെറ്റ് ഡ്രസ് റിഹേഴ്സലാണ് ഇന്ന് ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നടന്നത്. മാർച്ച് 6-ന് ആർട്ടമിസ് 2 വിക്ഷേപിക്കാനാണ് നാസ പദ്ധതിയിടുന്നത്. അഞ്ച് പതിറ്റാണ്ടിനു ശേഷം ചന്ദ്രനിലേക്ക് മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള ആദ്യ ദൗത്യമാണ് ആർടെമിസ് 2. ചന്ദ്രനിൽ ഇറങ്ങില്ലെങ്കിലും ബഹിരാകാശ യാത്രികരെ വഹിക്കുന്ന ഓറിയോൺ പേടകം ചന്ദ്രനെ വലം വെച്ച് മടങ്ങി വരുന്നതാണ് ആർടെമിസ് 2 ദൗത്യത്തിൽ നടപ്പാക്കുക. ഈ ദൗത്യത്തിനായുള്ള വെറ്റ് ഡ്രസ് റിഹേഴ്സലാണ് ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ 7 മണി മുതൽ ഫ്ലോറിഡയിലെ കേപ്പ് കനാവറിലെ കെന്നഡി സ്പേസ് സെന്ററിൽ വിജയകരമായി പൂർത്തിയാക്കിയത്. യഥാർത്ഥ ഇന്ധനം ഉപയോഗിക്കുകയും എന്നാൽ വിക്ഷേപണത്തിന് തൊട്ടുമുൻപ് നിർത്തുന്നതുമായ പരിശീലന കൗണ്ട് ഡൗൺ ആണ് വെറ്റ് ഡ്രസ് റിഹേഴ്സൽ. ഇന്നത്തെ പരീക്ഷണത്തിൽ 7 ലക്ഷം ഗാലൺ ഇന്ധനം റോക്കറ്റിൽ നിറയ്ക്കുകയും വിക്ഷേപണ ദിവസം പിന്തുടരുന്ന അതേ ഘട്ടങ്ങൾ വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. ഫെബ്രുവരി 2-ന് നടന്ന ഡ്രസ് റിഹേഴ്സലിൽ ഇന്ധനച്ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് ചോർച്ച പരിഹരിച്ച ശേഷം ഇന്ന് പരീക്ഷണം നടത്തിയത്. മാർച്ച് 6-നാണ് ആർടെമിസ് 2 വിക്ഷേപണം പദ്ധതിയിട്ടിരിക്കുന്നത്. റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കൗച്ച്, ജെറമി ഹാൻസൺ എന്നിങ്ങനെ 4-അംഗ സംഘമാണ് ആർടെമിസ് 2 ദൗത്യത്തിൽ ഉള്ളത്. റിസർച്ച് ഡെസ്ക് 24. പാലക്കാട് ഒറ്റപ്പാലം മനുശ്ശേരിയിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. തൃക്കങ്ങോട് പുതുപ്പറമ്പിൽ ഉണ്ണികൃഷ്ണന്റെ മകൻ അജീഷാണ് മരിച്ചത്. വീടിന്റെ തറയോട് ചേർന്ന ഭാഗം ശുചിയാക്കുന്നതിനിടെ പ്രഷർ ഗണ്ണിൽ നിന്നും ഷോക്ക് ഏൽക്കുകയായിരുന്നു. ഇന്ന് രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. ഉടൻ
കണിയമ്പുറത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ 2 പേർക്ക് സസ്പെൻഷൻ. ഡോക്ടർ ഷാഹിദ, നഴ്സിംഗ് ഓഫീസർ ധന്യ PS എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. വീഴ്ചയിൽ ഡോക്ടേഴ്സിന് കൈ കഴുകാൻ കഴിയില്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരിച്ചതിന് പിന്നാലെയാണ് നടപടി. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷാഹിദ ജെ, നഴ്സിംഗ് ഓഫീസർ ധന്യ PS എന്നിവരെയാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ പ്രാഥമിക റിപ്പോർട്ടിന് പിന്നാലെ സസ്പെൻഡ് ചെയ്തത്. ഉഷയ്ക്ക് സർജറി നടത്തിയത് ഡോക്ടർ ഷാഹിദയെന്നും അന്ന് യൂണിറ്റ് ചുമതലയിലുണ്ടായിരുന്നത് ഡോക്ടർ ലളിതാംബികയായിരുന്നുവെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചിരുന്നു. എന്നാൽ ശസ്ത്രക്രിയ നടത്തിയത് ഓർമ്മയില്ലെന്നായിരുന്നു ഇരുവരുടെയും പ്രതികരണം. ശരിക്കും ഞാൻ ലളിതാംബിക മാഡത്തിന്റെ കീഴിലാണ് വർക്ക് ചെയ്തത്. അപ്പൊ മാഡത്തിന്റെ കേസൊക്കെ നമ്മളാണ് ചെയ്യുന്നത്. അസിസ്റ്റൻസ് ചെയ്താലും നമ്മളെ പേരാണ് എഴുതുന്നത്. കൃത്യമായിട്ട് ഇത് ഓർമ്മയില്ല ശരിക്കും പറഞ്ഞാൽ. അല്ല, ഞാനല്ല ചെയ്തത്. അല്ലാന്ന് 100% എനിക്കറിയാം. ഞാനല്ലാന്ന് ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുന്നെയാണ്. അതുകൊണ്ട് വലിയ കേസുകളൊന്നും ഞാനന്ന് ചെയ്തിട്ടില്ല. വീഴ്ചയിൽ ഡോക്ടേഴ്സിന് കൈ കഴുകാൻ കഴിയില്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. അതേസമയം ശസ്ത്രക്രിയയിൽ വീഴ്ച സമ്മതിക്കുന്നുണ്ടെങ്കിലും ആൾക്ഷാമം ഉൾപ്പെടെ പരിമിതികൾ ചൂണ്ടിക്കാട്ടുകയാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് അധികൃതർ. ശസ്ത്രക്രിയാ പിഴവ് അന്വേഷിക്കുന്ന വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പോലീസിന് കൈമാറും. 24 ആലപ്പുഴ. ശസ്ത്രക്രിയയ്ക്കിടെ കത്രിക വയറ്റിൽ കുടുങ്ങിയ ഉഷ ജോസഫിന്റെ ശസ്ത്രക്രിയ നാളെ നടക്കും. ഇന്ന് ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗത്തിലാണ് നാളെ ശസ്ത്രക്രിയ നടത്താൻ തീരുമാനിച്ചത്. CT സ്കാനിൽ കത്രിക ഏത് ഭാഗത്താണെന്ന് കണ്ടെത്തിയിരുന്നു. ഇന്നലെ കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഉഷ ജോസഫിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു. ഗ്യാസ്ട്രോ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച ഉഷ നിലവിൽ നിരീക്ഷണത്തിൽ തുടരുകയാണ്. മലപ്പുറം മാധവനാട് ക്വാറിയിലേക്ക് മിനി ലോറി മറിഞ്ഞുണ്ടായ അപകടത്തിൽ രക്ഷാപ്രവർത്തനം വിഫലം. ലോറിയിൽ കുടുങ്ങിയ സെയിൽസ്മാൻ മുസ്തഫയുടെ ജീവൻ രക്ഷിക്കാനായില്ല. അപകടമുണ്ടായി 7 മണിക്കൂറിന് ശേഷമാണ് മൃതദേഹം പുറത്തെടുത്തത്. മലയിൽ ഫുഡ് പ്രൊഡക്റ്റ് സെയിൽസ്മാൻ ആയിരുന്നു മുസ്തഫ. കാത്തിരിപ്പുകൾക്കും പ്രതീക്ഷകൾക്കും വിട നൽകി ഏറെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ ലോറിയിലുണ്ടായിരുന്ന മുസ്തഫയുടെ മൃതദേഹം പുറത്തെടുത്തു. ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് മൃതദേഹം പുറത്തെടുത്തത്. ലോറി ഉയർത്താനുള്ള 4 ശ്രമങ്ങൾ പരാജയപ്പെട്ട ശേഷം 5ാം ശ്രമത്തിലാണ് ഉയർത്താനായത്. ഫയർഫോഴ്സും സ്കൂബ ഡൈവിംഗ് സംഘവും സംയുക്തമായി നടത്തിയ ദൗത്യത്തിനൊടുവിലാണ് ലോറി വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്തത്. ലോറിയുടെ ക്യാബിൻ പൂർണ്ണമായും തകർന്നിരുന്നു. ഹൈഡ്രോളിക് കട്ടറുകൾ ഉപയോഗിച്ച് ലോറിയുടെ ക്യാബിൻ പൊളിച്ചാണ് മുസ്തഫയുടെ മൃതദേഹം പുറത്തെടുത്തത്. ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലുള്ള ഒരു കോറിയാണ്. ഈ കോറി ഉള്ളത് തന്നെ ഇവിടത്തെ നാട്ടുകാർക്ക് തന്നെ സമീപവാസികൾക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷേ ഇത് ഇപ്പുറത്തുള്ള ഒരു കോറിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ബ്രേക്ക് ഡൗൺ ആയ ഒരു ലോറി ഡ്രൈവർ അങ്ങോട്ട് എടുത്തതാണ്. പക്ഷെ അവിടെ ഒരു ഉയരമുള്ളൊരു ഭാഗം കണ്ടപ്പോൾ അങ്ങോട്ട് അതും കവിഞ്ഞ് ലോറി വെള്ളത്തിലേക്ക് പോയി എന്നുള്ളതാണ് ഈ ദുരന്തത്തിന്റെ ഒരു കാരണം. ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു ആദവനാട് ഊരോത്തുംപള്ളിയാലിൽ 65 അടി താഴ്ചയിലുള്ള വെള്ളക്കെട്ടിലേക്ക് മിനി ലോറി മറിഞ്ഞത്. ബ്രേക്ക് പോയി നിയന്ത്രണം നഷ്ടമായാണ് ലോറി ക്വാറിയിലേക്ക് വീണതെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിനു പിന്നാലെ ലോറിയിലുണ്ടായിരുന്ന ഡ്രൈവർ ജാഫറിനെ നാട്ടുകാർ രക്ഷപ്പെടുത്തിയിരുന്നു. ലോറി വീണതിന് പിന്നാലെ ഇയാൾ പുറത്തേക്ക് ചാടുകയായിരുന്നു. 24 മലപ്പുറം. സംസ്ഥാനത്തെ പൊള്ളുന്ന ചൂടിന് ആശ്വാസമായി വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും നാളെയും മറ്റന്നാളും ഒറ്റപ്പെട്ട ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന് പ്രവചനം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ മറ്റന്നാളും യെല്ലോ മുന്നറിയിപ്പ് നൽകി. മലയോര മേഖലകളിൽ ഇടിമിന്നലോട് കൂടിയ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. ഡൽഹിയിൽ AI ഉച്ചകോടിക്കിടെ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെതിരെ പ്രതിഷേധം. പ്രധാനമന്ത്രിക്കെതിരെ മുദ്രാവാക്യവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എക്സ്പോ നടക്കുന്ന വേദിയിൽ ഷർട്ടൂരി പ്രതിഷേധിച്ചു. പ്രകടനത്തിനെതിരെ രൂക്ഷമായ വിമർശനവുമായി BJP രംഗത്തെത്തി. അന്വേഷണത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയ് ഭാനു ചിബിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പത്തിലധികം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രമുള്ള വെള്ള ഷർട്ട് ധരിച്ച് എക്സ്പോ വേദിയിലേക്ക് ഓടിക്കയറി.
ഷട്ടിൽ പ്രധാനമന്ത്രി കീഴടങ്ങിയെന്ന് എഴുതിയിരുന്നു. PM ഈസ് കോംപ്രമൈസ്ഡ് എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഷട്ട് ഊരിയായിരുന്നു യുവാക്കളുടെ പ്രതിഷേധം. 15 മിനിറ്റോളം പ്രതിഷേധം നീണ്ടു. സെക്യൂരിറ്റി ജീവനക്കാർക്ക് പിടികൊടുക്കാതെ പ്രതിഷേധക്കാർ ഭാരത് മണ്ഡപത്തിന് പുറത്തേക്ക് ഓടി. ഇതിനിടയിൽ എക്സ്പോയ്ക്കെത്തിയ ചിലർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചു. വേദിക്ക് പുറത്ത് പ്രതിഷേധക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കി. ദേശീയ കോർഡിനേറ്റർ നരസിംഹ ഉൾപ്പെടെയുള്ളവർ കസ്റ്റഡിയിലുണ്ട്. രാജ്യവിരുദ്ധ പ്രവർത്തനമെന്ന വിമർശനമാണ് പ്രതിഷേധത്തിനെതിരെ ഉയർന്നിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിനെതിരെ തന്നെ പോലീസ് നടപടി ശക്തമാക്കിയേക്കും. പ്രതിഷേധം ഇന്ത്യയെ നാണം കെടുത്തിയ പ്രവൃത്തിയെന്നാണ് BJP വിമർശിച്ചിരിക്കുന്നത്. പ്രതിഷേധത്തിനെതിരെ രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് BJP പ്രകടനം നടത്തുകയും രാഹുലിന്റെ കോലം കത്തിക്കുകയും ചെയ്തു. പ്രതിഷേധത്തിന് പിന്നിലെ ഗൂഢാലോചനയാണ് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അറസ്റ്റിലായവർക്ക് പുറമെ യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയഭാനു ചെബിനെയും ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. ഡൽഹിയിലെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നും അർജുൻ പിതാംബരൻ, 24 ഡൽഹി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. കരട് വോട്ടർ പട്ടികയിൽ നിന്ന് 1.5 ലക്ഷത്തിലേറെ പേരാണ് പുറത്താവുക. 2.69 കോടി വോട്ടർമാരാണ് അന്തിമ പട്ടികയിൽ ഇടം നേടിയത്. ഡിസംബറിൽ പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ 24 ലക്ഷം പേർ പുറത്തായിരുന്നു. മരിച്ചവർ, വിദേശ പൗരത്വം സ്വീകരിച്ചവർ ഉൾപ്പെടെ 53,229 പേർ കൂടി ഹിയറിംഗിനു ശേഷം വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവായി. കൂടാതെ കരട് പട്ടികയിൽ നിന്ന് 15,11,292 വോട്ടർമാരുടെ വർധനവും കൂടിച്ചേർത്താണ് 2,69,53,644 പേർ അന്തിമ പട്ടികയിൽ ഇടം നേടിയത്. 4,24,518 പുതിയ വോട്ടർമാരും ഇതിൽ ഉൾപ്പെടുന്നു. അന്തിമ വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. അന്തിമ വോട്ടർ പട്ടികയുടെ പ്രസിദ്ധീകരണം നാളെ നടക്കുന്നതായിരിക്കും. അതിനൊപ്പം എല്ലാ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള നാഷണൽ പാർട്ടി, സ്റ്റേറ്റ് പാർട്ടീസിന് വേണ്ടിയിട്ടുള്ള ഫിസിക്കൽ കോപ്പി ഓഫ് ദ ഇലക്ട്രൽ റോൾ മണ്ഡലത്തിലും ജില്ലാ തലത്തിലും അത് പൊളിറ്റിക്കൽ പാർട്ടീസിന് നൽകുന്നതായിരിക്കും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക താരതമ്യപ്പെടുത്തിയാൽ 30 ലക്ഷത്തോളം പേരെ SIR-നു ശേഷം വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതായി CPIM പ്രതിനിധി MV ജയരാജൻ ആരോപിച്ചു. നമ്മൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയുടെ കണക്കുമായി താരതമ്യം ചെയ്താൽ ഒരു 30 ലക്ഷത്തിന്റെ വ്യത്യാസം കാണുന്നു. അത്രയും വ്യത്യാസം വരാനടിയില്ല. ഒരു കുടുംബത്തിലെ പലരും പല ക്രമ നമ്പറിലാണ് കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്നും അന്തിമ വോട്ടർ പട്ടികയിൽ പ്രശ്നം പരിഹരിക്കണമെന്നും കോൺഗ്രസ് പ്രതിനിധി PC വിഷ്ണുനാഥ് ആവശ്യപ്പെട്ടു. നാളെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വീണ്ടും വിളിക്കുമെന്നും ആരോപണങ്ങൾ പരിശോധിക്കുമെന്നും രത്തൻ യു ഖേൽക്കർ മറുപടി നൽകി. 24 തിരുവനന്തപുരം. ഗൾഫ് ടുഡേ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.